ഇന്ന് നമ്മൾ നോക്കുന്നത് കോമ്പസ് സർവേയുടെ ചാപ്റ്ററിൽ ഇന്റേണൽ ആംഗിൾസ് കണ്ടെത്തുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ക്ലോസ്ഡ് ആയിട്ടുള്ള ട്രാവേഴ്സിലും അതുപോലെ തന്നെ ഓപ്പൺ ട്രാവേഴ്സുകളിലൊക്കെ ഉള്ള ഇൻക്ലൂഡഡ് ആംഗിളുകൾ കണ്ടെത്തുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് സിമ്പിൾ ആയിട്ട് ഒരു ട്രയാങ്കുലർ പ്ലോട്ടിന്റെ ഇന്റേണൽ ആംഗിൾസ് കണ്ടെത്തുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് ആദ്യം നോക്കാം. ഒരു ട്രയാങ്കുലർ പ്ലോട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് 3 സൈഡ്സ് ആണ് ഉണ്ടായിരിക്കുന്നത്. എ ബി, ബി സി ആൻഡ് സി എ, ഇങ്ങനെ 3 സൈഡുകൾ ഉണ്ടാവും. ഈ 3 സൈഡുകളുടെയും ഫോർ ബിയറിംഗ്സ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. അത് വെച്ചിട്ട് വേണം നമ്മൾ അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പൊ നോക്കി, ഫസ്റ്റ് എ ബി എന്ന് പറഞ്ഞ ലൈനിന്റെ ഫോർ ബിയറിംഗ് തന്നിട്ടുണ്ട് 50 ഡിഗ്രി 30 മിനിറ്റ്സ്. ബി സിയുടെ ഫോർ ബിയറിംഗ് 125 ഡിഗ്രി 30 മിനിറ്റ്സ് ആൻഡ് സി എയുടെ ഫോർ ബിയറിംഗ് 270 ഡിഗ്രി 30 മിനിറ്റ്സ്. 3 ലൈനുകളുടെയും 3 സൈഡ്സിന്റെയും ഫോർ ബിയറിംഗുകൾ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് ദ ഫോളോവിംഗ് ബിയറിംഗ്സ് ആർ ഒബ്സർവ്ഡ് ഇൻ എ ട്രയാങ്കുലർ പ്ലോട്ട് വിത്ത് എ കോമ്പസ്, കാൽക്കുലേറ്റ് ദ ഇന്റീരിയർ ആംഗിൾസ്. ഈ ഒരു ഭാഗം മാത്രമായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരുന്നത്. അത് വെച്ചിട്ട് നിങ്ങൾ ഈ പ്ലോട്ടിന്റെ ചിത്രം വരയ്ക്കണം ആൻഡ് കൂടെ ഇതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്ത് അത് കറക്റ്റ് ആണെന്നുള്ളത് ലാസ്റ്റ് പ്രൂവ് ചെയ്യുകയും കൂടെ ചെയ്യണം. അതെങ്ങനെയാ ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. പ്രാക്ടിക്കൽ എക്സാമിനൊക്കെ നിങ്ങൾക്ക് സർവേന്ന് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്. അത് ചിലപ്പം ഈ ഭാഗത്തുനിന്നും വരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ ചെയിനിന്റെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ചെയിനിൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് വന്നത്. അപ്പൊ അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഈ വരുന്ന പരീക്ഷയ്ക്കൊക്കെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് തന്ന വാല്യൂസ് ഒക്കെ വെച്ചിട്ട് ഈ പ്ലോട്ടിന്റെ ഒരു ചിത്രം വരച്ചു നോക്കാം കേട്ടോ. അപ്പൊ ആദ്യം പറഞ്ഞിട്ടുള്ളത് എ ബി എന്ന് പറഞ്ഞ ലൈനിന്റെ ഫോർ ബിയറിംഗ് 50 ഡിഗ്രി 30 മിനിറ്റ്സ് ആണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് നമ്മുടെ ക്വാഡ്രൻസ് വരച്ചു. ഇതെല്ലാം ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിലാണ് ഉള്ളത്. ഇവിടെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. വാല്യൂസ് നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി ആൻഡ് അഗെയിൻ ഇവിടെ 360 ഡിഗ്രി. ഇങ്ങനെയായിരിക്കും ആംഗിൾസ് ഉണ്ടാവുന്നത്. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള എ ബി എന്ന് പറഞ്ഞ ലൈൻ 50 ഡിഗ്രി 30 മിനിറ്റ്സ് ആണ് അതിന്റെ ഫോർ ബിയറിംഗ്. 50 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റിൽ വരും? ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും അല്ലെ. 0 ഡിഗ്രിയുടെയും 90 ഡിഗ്രിയുടെയും ഇടയ്ക്കാണല്ലോ 50 ഡിഗ്രി 30 മിനിറ്റ്സ് വരുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലൈൻ വരയ്ക്കാം. ഒരു ഏകദേശമാണ് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ. ലൈനിന്റെ ഞാൻ എ ബി എന്ന് പേര് കൊടുത്തു. നമുക്ക് തന്നിട്ടുള്ളത് ഈ ബിയറിംഗ് ആണ് അല്ലെ. നോർത്തിൽ നിന്ന് ഈ ലൈൻ വരെയുള്ള ബിയറിംഗ് ആണ് 50 ഡിഗ്രി 30 മിനിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി അടുത്ത ലൈൻ ബി സി ആണ്. അപ്പൊ ഉറപ്പായിട്ടും ഇവിടെ നിന്നായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബി സിയുടെ ബിയറിംഗ് 125 ഡിഗ്രി 30 മിനിറ്റ്സ് ആണ്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഈ ബി എന്ന് പറഞ്ഞ സ്റ്റേഷനിലും നമുക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. സെയിം ആംഗിൾ മാർക്കിംഗ് തന്നെയാണ് ഇവിടെയും വരിക. ഇനി ബി സി ആണ് ലൈനിന്റെ പേര്. അപ്പൊ ഉറപ്പായിട്ടും ബിയിൽ നിന്നായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ബിയറിംഗ് 125 ഡിഗ്രി 30 മിനിറ്റ്സ് ആണ്. അപ്പൊ ഇതിനിടയ്ക്ക് വരും 125 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ഇവിടെ 90, ഇവിടെ 180 അല്ലേ. അപ്പൊ 125 ഇതിനിടയ്ക്കല്ലേ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരും അല്ലെ. അപ്പം ഈ ബി സി ഇവിടെ വരെയുള്ള ബിയറിംഗ്, ഇതിന് ഞാൻ സീന് പേര് കൊടുത്തു കേട്ടോ. അപ്പം ഈ നോർത്ത് മുതൽ ഈ ലൈൻ വരെയുള്ള ബിയറിംഗ് ആണ് 125 ഡിഗ്രി 30 മിനിറ്റ്സ് എന്ന് പറയുന്നത്. അത് കിട്ടി. നെക്സ്റ്റ് ലൈൻ സി എ, ലാസ്റ്റ് ലൈൻ അല്ലെ. സി എയിലും ഞാൻ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. സി എയുടെ ബിയറിംഗ് വരുന്നത് 270 ഡിഗ്രി 30 മിനിറ്റ്സ് ആണ്. അപ്പൊ ജസ്റ്റ് ഇതിൽ കൂടെ ഈ 270, ഇവിടെ 270 ആണല്ലോ ഈ ക്വാഡ്രന്റ്. ഇങ്ങനെ 270 30 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് അത് ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും കേട്ടോ. ഇതാണ് ലൈൻ വരുന്നത്. അപ്പം ഇവിടെ മുതൽ ഈ ലൈൻ വരെ 270 കഴിഞ്ഞിട്ടാണ് ലൈൻ ഇരിക്കുന്നത്. അതാണ് 270 ഡിഗ്രി 30 മിനിറ്റ്സ്. ഇതിന്റെ പേര് സി എ എന്നായിരിക്കും ഈ ലൈനിന്റെ പേര്. അപ്പൊ നമുക്ക് 3 ലൈൻസും കിട്ടി, എ ബി, ബി സി, സി എ. പിന്നെ നമ്മളടുത്ത് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് ഈ ഇൻക്ലൂഡഡ് ആംഗിൾസ് ആണ്. ഇതിനകത്തുള്ള ഈ ആംഗിൾ നമുക്ക് കിട്ടണം, ഈ ഇൻക്ലൂഡഡ് ആംഗിൾ നമുക്ക് കിട്ടണം, ഈ ഇൻക്ലൂഡഡ് ആംഗിൾ നമുക്ക് കിട്ടണം. ട്രയാംഗിൾ ആയതുകൊണ്ട് 3 ഇൻക്ലൂഡഡ് ആംഗിൾസ് ആണുള്ളത്. ഈ 3 എണ്ണമാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്ത് നോക്കാം. ആദ്യം നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് ഫോർ ബിയറിംഗ് ഓഫ് എ ബി ആണ്. അത് തന്നിട്ടുള്ളത് 50 ഡിഗ്രി 30 മിനിറ്റ്സ് ആണ് അല്ലെ. അപ്പൊ ഈ പ്രോബ്ലം ചെയ്യുമ്പം നമുക്ക് ആവശ്യമുള്ളത് നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് ബി സിയുടെ ബിയറിംഗ് ആണ്. ബി സി 125 ഡിഗ്രി 30 മിനിറ്റ്സ്.
ഇത് പഠിക്കാൻ എളുപ്പമായിട്ടുള്ള ഒരു മാർഗ്ഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് അതേ രീതിയിൽ തന്നെ ഓർത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആലോചിച്ച് ടെൻഷനായി കൺഫ്യൂഷൻ ആവാണ്ട് ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫോർ ബിയറിംഗ് ഓഫ് എ ബി നമുക്ക് തന്നിട്ടുണ്ട് 50 ഡിഗ്രി 30 മിനിറ്റ്സ് ആണ്. ഈ അടുത്ത നമുക്ക് തന്നിട്ടുള്ളത് ഫോർ ബിയറിംഗ് ഓഫ് ബി സി ആണ്. അപ്പൊ നമ്മൾ ഒരു ആംഗിൾ കണ്ടെത്തുമ്പോൾ ആദ്യത്തെ രണ്ട് ബിയറിംഗ്സ് ആണ് എടുക്കേണ്ടത്. എ ബി എടുത്തു, ബി സി എടുത്തു. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ലെറ്റർ ഏതാന്ന് നോക്കാം. ഇതിൽ കോമൺ ആയിട്ടുള്ള ലെറ്റർ ഏതാ? ഇതിലും ബി ഉണ്ട്, ഇതിലും ബി ഉണ്ട്. അപ്പൊ ഇത് രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ രണ്ട് ബിയറിംഗ്സ് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആംഗിൾ ബി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ആംഗിൾ ആയിരിക്കും. അതായത് ഈ ആംഗിൾ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഇതാണ് ഇതിലുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ക്വസ്റ്റ്യൻ കാണിച്ചിട്ട് പറയാം. എ ബിയും ബി സിയും എടുത്തിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക ബി എന്ന് പറഞ്ഞ ആംഗിൾ ആയിരിക്കും. നെക്സ്റ്റ് ബി സിയും സി എയും എടുക്കുമ്പോൾ നമുക്ക് രണ്ടിലും കോമൺ ആയിട്ടുള്ള ലെറ്റർ ഏതാ? സി ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇത് രണ്ടും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സി എന്ന് പറഞ്ഞ ആംഗിൾ ആയിരിക്കും. ആൻഡ് അഗെയിൻ സി എയും എ ബിയും നമ്മൾ എടുക്കുക. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ടുള്ള ലെറ്റർ എ അല്ലേ? അപ്പൊ നമുക്ക് എ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ആംഗിളും ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ മൊത്തം 3 ആംഗിൾ കിട്ടിയല്ലോ. എയിലുള്ള ആംഗിളും ബിയിലുള്ള ആംഗിളും സിയിലുള്ള ആംഗിളും നമുക്ക് കിട്ടും. ഇതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തന്നത് എ ബിയുടെ ഫോർ ബിയറിംഗ് 50 ഡിഗ്രി 30 മിനിറ്റ്സ് ആൻഡ് ബി സിയുടെ ഫോർ ബിയറിംഗ് 125 ഡിഗ്രി 30 മിനിറ്റ്സ്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് പേരുകളും നമ്മൾ ഒരേ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ആക്കാൻ പോവാണ്. ഒറ്റ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ. അതായത് ഇതിപ്പോ ഓൾറെഡി ബിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ബി സി. ഈ എ ബിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ആക്കാൻ പോവാം. അപ്പൊ അത് എന്തായിട്ട് മാറും? ബി എ എന്നാവും. അപ്പൊ ബി എന്നായിട്ട് മാറുമ്പം അത് എന്തായിട്ട് മാറും? ഇവിടെ അത് ഫോർ ബിയറിംഗ് ആണെങ്കിൽ ബി എ ആക്കുമ്പം അത് നമുക്ക് ബാക്ക് ബിയറിംഗ് ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ ബാക്ക് ബിയറിംഗ് കണ്ടെത്താം? 50 ഡിഗ്രി 30 മിനിറ്റ്സ് പ്ലസ് എന്ത് ചെയ്യണം? 180 ഡിഗ്രി ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയല്ലേ നമ്മൾ ബാക്ക് ബിയറിംഗ് കണ്ടെത്താം. ഫോർ ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി ആണ്. നമുക്ക് തന്നിരിക്കുന്ന ബിയറിംഗ് 180ൽ കുറവാണെങ്കിൽ നമ്മൾ 180 കൂട്ടി കൊടുക്കണം. ആൻഡ് തന്നിരിക്കുന്ന ബിയറിംഗ് 180ൽ കൂടുതലാണെങ്കിൽ നമ്മൾ 180 കുറച്ചു കൊടുക്കണം. ഇങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ബി എയുടെ ബാക്ക് ബിയറിംഗ് കണ്ടെത്തുക, അല്ലെങ്കിൽ ബി എയുടെ ഫോർ ബിയറിംഗ് ആണ് കണ്ടെത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എ ബി എന്ന് പറഞ്ഞ ലൈനും ബി സി എന്ന് പറഞ്ഞ ലൈനിന്റെയും ഫോർ ബിയറിംഗ്സ് ഫസ്റ്റ് നമ്മൾ എടുത്തു. അപ്പൊ ഇതിൽ സോൾവ് ചെയ്താൽ നമുക്ക് ഏത് ആംഗിൾ കിട്ടും? രണ്ടിലും കോമൺ ആയിട്ടുള്ള ലെറ്റർ ബി ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ബി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ഈ ഇന്റേണൽ ആംഗിൾ ആയിരിക്കും നമുക്ക് ഇത് സോൾവ് ചെയ്താൽ കിട്ടുക. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ലൈനിന്റെയും പേര് ഒരേ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ആക്കി മാറ്റണം. അപ്പൊ ബി സി ഓൾറെഡി ബിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ എ ബിനെ ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടാൽ അത് എന്താവും? ബി എ എന്നായിട്ട് മാറും. അപ്പൊ രണ്ടും ഒരേ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്തില്ലേ? ബി സി ബി എ. ഇങ്ങനെ ആക്കി കഴിഞ്ഞാലേ നമുക്ക് ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇത് എ ബി ആയിരുന്നു, ഇത് ബി എ ആയിട്ട് മാറി. അപ്പം ഇത് എ ബിയുടെ ഫോർ ബിയറിംഗ് ആണ് 50 ഡിഗ്രി 30 മിനിറ്റ്സ്. അത് ബി എന്നായിട്ട് മാറുമ്പം അത് എ ബിയുടെ ബാക്ക് ബിയറിംഗ് ആയിട്ട് മാറും, അല്ലെങ്കിൽ അത് ബി എയുടെ ഫോർ ബിയറിംഗ് ആയിട്ട് മാറും. കൂടുതൽ നിങ്ങൾ അതിനെ കുറിച്ച് ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടിനെയും ഒരേ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ എഴുതി എ ബി 50 ഡിഗ്രി 30 മിനിറ്റ്സ് ആണെങ്കിൽ ബി ആയിട്ട് അത് മാറുമ്പം അതിനോട് നമ്മൾ ഒരു 180 ഡിഗ്രി കൂട്ടി അല്ലെങ്കിൽ 180 ഡിഗ്രി കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ കൂട്ടാനുള്ള റീസൺ ഇത് തന്നിരിക്കുന്ന വാല്യൂ 180നേക്കാളും കുറവായത് കാരണം നമ്മൾ 180 കൂട്ടി കൊടുക്കുന്നു. ഇനി ഇത് കൂടുതലാണെങ്കിൽ നമ്മൾ 180 കുറയ്ക്കുക. ഇത് നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണ് ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗും കണ്ടെത്തേണ്ട മെത്തേഡ്സിൽ കേട്ടോ. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 230 ഡിഗ്രി 30 മിനിറ്റ്സ് എന്നായിരിക്കും. ഇത് എന്താണെന്നും കൂടെ എഴുതണേ. ഇത് ഫോർ ബിയറിംഗ് ഓഫ് ബി എ ആണ്, അത് മറക്കരുത്. ഫിഗറിൽ ഒന്ന് കാണിച്ചു തന്നെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നോക്കിയോ. ഇപ്പൊ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് എ ബിയുടെ ഫോർ ബിയറിംഗ് ആയിരുന്നു 50 ഡിഗ്രി അല്ലെ? നമ്മൾ അതിനെ ബി എ എന്നാക്കി തിരിച്ചെഴുതി ബി എ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളതാണല്ലോ കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ബിയറിംഗ് ആണ്. ഈ നോർത്ത് മുതൽ ഈ ലൈൻ വരെയുള്ള ഈ വാല്യൂ ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയ 230 ഡിഗ്രി 30 മിനിറ്റ്സ്. ഇനി ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടെത്തേണ്ടത് അവിടെയുള്ള ആംഗിൾ ബി ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓർ അതിനെ തന്നെ നമുക്ക് ആംഗിൾ എ ബി സി എന്നും പറയാം. ആംഗിൾ എ ബി സി എന്നും പറയാം. ഈ ആംഗിൾ ആണ് കണ്ടെത്തുന്നത്. ഇനി ഒന്നും ചെയ്യാനില്ല. നമുക്ക് കിട്ടിയ രണ്ട് ആൻസറുകളല്ലേ ഇത്? ഒന്ന് ഈ ആൻസർ, ഒന്ന് ഓൾറെഡി നമ്മളെടുത്തുള്ള ഈ ബി സിയുടെ ബിയറിംഗ്. ഇവരെ തമ്മിൽ ജസ്റ്റ് അങ്ങ് കുറച്ച് കൊടുത്താൽ മതി. അപ്പം 230 ഡിഗ്രി 30 മിനിറ്റ്സ് മൈനസ് 125 ഡിഗ്രി 30 മിനിറ്റ്.
അപ്പൊ ഇവരെ തമ്മിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടുന്നത് 105 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആദ്യത്തെ ആംഗിൾ നമ്മൾ കണ്ടെത്തി, അതാണ് 105 ഡിഗ്രി കേട്ടോ. 105 ഡിഗ്രി ആയിരിക്കും ആംഗിൾ എ എന്ന് പറയുന്നത്. ഇതുപോലെ അടുത്ത ആംഗിൾ നമുക്ക് കണ്ടെത്താം. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതിൽ നിന്ന് ഈ രണ്ട് ബിയറിങ്സ് ആണ്, ബി സിയും സി എയും. ഇപ്പൊ രണ്ടിലും കോമൺ ആയിട്ടുള്ള ലെറ്റർ സി ആണല്ലോ. അപ്പൊ നമുക്ക് സിയിലുള്ള ആംഗിൾ ആയിരിക്കും ഇനി കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് എഴുതാം. ബി സിയുടെ ബിയറിംഗ് നമുക്ക് തന്നിട്ടുള്ളത് 125 ഡിഗ്രി 30 മിനിറ്റ് ആണ്. ആൻഡ് സി എയുടെ ബിയറിംഗ് നമുക്ക് തന്നിട്ടുള്ളത് 270 ഡിഗ്രി 30 മിനിറ്റ് ആണ്. രണ്ടിലും കോമൺ ആയിട്ടുള്ള ലെറ്റർ സി ആണ്. അതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് സിയിലുള്ള ആംഗിൾ ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും ഒരേ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ആക്കണം അല്ലെ. അപ്പോൾ ഇത് ഓൾറെഡി സി എ ആണ്. ഇതിന് നമ്മൾ തിരിച്ചിട്ടാൽ അത് എന്തായിട്ട് മാറും? സി ബി എന്നായിട്ട് മാറും. ഇത് രണ്ടും ഒരേ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പൊ ഈ 125 എന്താവും? 125 സി എയുടെ ഫോർ ബിയറിംഗ് ആയിട്ട് മാറും. അപ്പൊ അതിലേക്ക് എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? 180 ഡിഗ്രി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ 305 ഡിഗ്രി 30 മിനിറ്റ് ആണ് വരുന്നത്. ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 30 മിനിറ്റ്സ് ഉണ്ടല്ലോ, അത് ഇതിന്റെ കൂടെ കാണും. ഇനി അഗെയിൻ ആംഗിൾ സി കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ 305 ഡിഗ്രി 30 മിനിറ്റ്സിന് നമ്മൾ 270 ഡിഗ്രി 30 മിനിറ്റ്സ് കുറയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പം സി എ സി ബി ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇയാളെ മൈൻഡ് ചെയ്യില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇയാളുടെ ആവശ്യമില്ല. പിന്നെ ഇവരെ തമ്മിലാണ് നമ്മൾ കുറയ്ക്കുക എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കണേ. അപ്പൊ ഇവര് തമ്മിൽ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് 35 ഡിഗ്രി ആണ് കേട്ടോ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ആംഗിൾ കിട്ടി. എത്രയാ? 35 ഡിഗ്രി കണ്ടോ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് സി എയും എ ബിയും ആണ്. അതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ലെറ്റർ എ ആണ്. അപ്പൊ നമുക്ക് എയിലുള്ള ആംഗിൾ ആയിരിക്കും അപ്പൊ സോൾവ് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് തന്നിട്ടുള്ളത് എ ബിയുടെ ബിയറിംഗ് 50 ഡിഗ്രി 30 മിനിറ്റ്സ് എന്നാണ്. ആൻഡ് സി എയുടെ ബിയറിംഗ് 270 ഡിഗ്രി 30 മിനിറ്റ്സ് എന്നാണ്. അപ്പൊ നമ്മൾ എ ബിനെ തിരിച്ചെഴുതാൻ പോവാണ്. സി എനെ തിരിച്ചെഴുതാൻ പോവാണ്. അപ്പൊ എന്തായിട്ട് മാറും? അത് എ സി എന്നായിട്ട് മാറും. അപ്പം ഇത് എയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതും എയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് അതിന്റെ ഫോർ ബിയറിംഗ് ആണല്ലോ. അപ്പൊ 270 ഡിഗ്രി 30 മിനിറ്റ്സ് മൈനസ് 180 ഡിഗ്രി നമ്മൾ ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്നത് 90 ഡിഗ്രി 30 മിനിറ്റ്സ് ആയിരിക്കും. അപ്പം ഒന്ന് എ സിയും മറ്റേത് എ ബിയും. ഇനി ഇവരെ തമ്മിൽ കുറച്ചാൽ പോരെ. അപ്പൊ ആംഗിൾ രണ്ടിലും കോമൺ ആയിട്ടുള്ള ലെറ്റർ എ ആണ്. അപ്പൊ ആംഗിൾ എ ഈക്വൽ ടു 90 ഡിഗ്രി 30 മിനിറ്റ്സ് മൈനസ് 50 ഡിഗ്രി 30 മിനിറ്റ്സ് വരും. ഇവിടെ 0 വരും, 0 മിനിറ്റ്സ് ആൻഡ് ഹിയർ 40 ഡിഗ്രി എന്ന് വരും. അപ്പൊ ആംഗിൾ എ എന്ന് പറയുന്നത് നമുക്ക് 40 ഡിഗ്രി ആയിട്ടും കിട്ടും. അപ്പൊ നമുക്ക് ഇതിനൊരു ചെക്ക് നമ്മൾ ചെയ്യണം. നമുക്ക് കിട്ടിയത് കറക്റ്റ് ആണോ എന്ന് അറിയണല്ലോ. ഒരു ട്രയാങ്കിളിൽ അതിന്റെ 3 ആംഗിളും കൂട്ടിയാലുള്ള സമ്മ്, ടോട്ടൽ അതിന്റെ ഇന്റേണൽ ആംഗിൾസ് കൂട്ടിയാൽ ശരിക്കും കിട്ടേണ്ടത് എത്രയാ? അതിനൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? n-2 ഇൻറ്റു 180 എന്ന് പറഞ്ഞിട്ട് നമ്മൾ സോൾവ് ചെയ്യല്ലോ. n എന്ന് പറഞ്ഞാൽ എത്ര സൈഡ് ഉണ്ടെന്ന്, 3 സൈഡാണ് ഉള്ളത്. 3 - 2 ഇൻറ്റു 180 ഡിഗ്രി നമ്മൾ ചെയ്യും. 3 2 പോയാൽ 1 ഇൻറ്റു 180 എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ്. അപ്പൊ ഒരു ട്രയാങ്കിളിൽ ശരിക്കും അതിന്റെ 3 ആംഗിൾസ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ 180 ഡിഗ്രി ആണ് കിട്ടേണ്ടത്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അത് പ്രകാരം നമുക്ക് കിട്ടിയ ആംഗിളുകൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഓരോന്ന് ചെക്ക് ചെയ്യാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ചെയ്താൽ നമുക്ക് എത്ര വരണം? 180 ഡിഗ്രി വരണം. നമുക്ക് കിട്ടിയ ആംഗിൾ എ എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണ്. പ്ലസ് ആംഗിൾ ബി എന്ന് പറയുന്നത് 105 ഡിഗ്രി ആണ്. പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് 35 ഡിഗ്രി ആണ്. അപ്പൊ ഉറപ്പായിട്ട് ഇവരെ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 180 ഡിഗ്രി ആണ്. അതുകൊണ്ട് നമ്മൾ ചെയ്തതെല്ലാം കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഇതുപോലൊരു ട്രയാങ്കുലർ പ്ലോട്ട് ആണ് തന്നിരുന്നത്. ഇതായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ ഈ ഫിഗർ വരച്ചു. ഓരോ ഇൻക്ലൂഡഡ് ആംഗിൾസ് നമ്മൾ കണ്ടെത്തി. അത് കണ്ടെത്തിയത് കറക്റ്റ് ആണോ നമ്മൾ ലാസ്റ്റ് ചെക്ക് ചെയ്തിട്ട് അത് പ്രൂവ് ചെയ്യണം. അപ്പൊ ഒരു ട്രയാങ്കുലർ പ്ലോട്ടിൽ 3 ആംഗിളും കൂട്ടിയ 180 ഡിഗ്രി ആണ് കിട്ടേണ്ടത്. നമുക്ക് കിട്ടിയ 3 ആംഗിളും ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്തത് കറക്റ്റ് ആയിരിക്കും. ഇതുപോലെ 4 സൈഡുള്ള ട്രാവേഴ്സിലും 5 സൈഡുള്ള ട്രാവേഴ്സിലും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിലുണ്ട്. അപ്പൊ നിങ്ങളത്
കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്ത് പഠിക്കണം. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷൻസ് വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ലെറ്റർ ഒരേ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെയൊക്കെ ആക്കിയിട്ട് അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കണേ. താങ്ക് യു.